ത്തിന് മഹത്വം. ഈ വീഡിയോയിൽ കൂടി നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ വിശ്വാസം അത് എന്തിനു വേണ്ടി, ക്രിസ്തീയ വിശ്വാസത്തിലെ പ്രത്യാശ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചില വിശദീകരണങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവന് എന്ത് പ്രയോജനമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ചോദിച്ചിരിക്കുന്നു. ആ വാക്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. സകല ലോകവും ഒരുവൻ നേടി, എന്നാൽ അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി. എന്താണ് ഈ ആത്മാവ്? എങ്ങനെയാണത് നഷ്ടപ്പെടുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യാശയുള്ളവരുണ്ട്, ക്രിസ്തീയ വിശ്വാസികളുള്ളവരുണ്ട്, വിശ്വാസികളല്ലാത്തവരുണ്ട്, ജാതികളുണ്ട്, യുക്തിവാദികളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബഹുവിധമായിട്ടുള്ള ജനസമുദ്രമാണ് ഈ ലോകത്തിൽ. ഇതിൽ ഇങ്ങനെയൊരു ഭാഗം മനുഷ്യനുണ്ട് എന്ന് വിശ്വസിക്കാത്ത വലിയൊരു സമൂഹം ഇന്ന് ലോകത്തിലുണ്ട്. ഏത് ഭാഗം? ആത്മാവെന്ന് പറയുന്ന ഭാഗം. ആത്മാവെന്ന് പറയുന്നതിന് വേറെ 2-3 വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ വേറെ 2 പദങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രാണൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ദേഹി എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2-3 തരത്തിൽ ഈ ആത്മാവിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ സോൾ എന്ന് പറയുന്ന ഈ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കുന്നത്. ഇന്നിവിടെ ഇത് സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഈ ഭാഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യ സമൂഹം, അതായത് നമ്മൾ വിശ്വാസികൾ, ചെറുപ്പത്തിൽ വളരെ ജനിച്ചു തന്നെ ക്രിസ്തീയതയിൽ ജനിച്ചവർ, സമുദായക്കാർ, പള്ളിയിൽ പോകുന്നവർ, ആരാധിക്കുന്നവർ, സ്തുതിക്കുന്നവർ, മഹത്വപ്പെടുന്നവർ, ദൈവത്തെ മഹത്വപ്പെടുന്നവർ, ഇങ്ങനെയൊക്കെ ക്രിസ്തുവേശു മുഖാന്തരം നന്മകൾ അനുഭവിക്കുന്നവരൊക്കെയും നമ്മൾ ഒക്കെ ഇതുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ മനുഷ്യനിത് ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു ഭാഗം ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ ഒരു മൃഗത്തെ പോലെ മാത്രമേ മനുഷ്യനുള്ളൂ. കുറച്ചുകൂടി മൃഗത്തേക്കാൾ പരിഷ്കരിച്ച ഒരു ജീവി എന്നുള്ളതിൽ കവിഞ്ഞ് അവരൊന്നും അതിൽ വിശ്വസിക്കുന്നില്ല. യുക്തിവാദികളും അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതെന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട. കാരണം യുക്തിക്ക് ആധാരമായിട്ടല്ലാതെ വിശ്വസിക്കുക എന്ന് പറയുന്നത് പോഷത്വമാണ്. അവർ യുക്തിക്ക് ആധാരമായിട്ടുള്ളതേ വിശ്വസിക്കൂ, അല്ലാത്തവർ വിശ്വസിക്കില്ല. യുക്തിക്ക് ആധാരമല്ലാതാനും യുക്തിയല്ല നമ്മുടെ വചനത്തിന് ആധാരമായിരിക്കുന്നത് വിശ്വാസമാണ്. അതുകൊണ്ട് അവരതിൽ വിശ്വസിക്കുന്നില്ല. യുക്തിക്ക് കീഴടങ്ങുന്നതല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവം മുൻകണ്ടിട്ടുള്ളതാണെങ്കിൽ യുക്തിയിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കുമ്പോൾ അവർ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം പോഷത്വമാണെങ്കിൽ ആ പോഷത്വം മുഖാന്തരം അവരെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവർ രക്ഷപ്പെട്ടു പോരും. അത് വേറെ കാര്യം. അത് അവർ ആ വഴിക്ക് ദൈവം പ്രവർത്തിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം അതല്ല. നമുക്ക് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതുപോലെ ഒരു മനുഷ്യൻ മുഴുവൻ ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നേടുന്നില്ല എങ്കിൽ പ്രയോജനമില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കേൾക്കാനിടയായി തീർന്നത്. എന്താണ് ഈ ആത്മാവ്? അതിൻ്റെ ഷേപ്പ് എന്താണ്? അത് എന്തിനാണത്? അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അങ്ങനെയൊന്നും ഉണ്ടോ? ഈ വക കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഗ്രഹിക്കുന്ന ഒരനുഭവം മനുഷ്യനുണ്ടാകണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ തുടക്കം അതെങ്ങനെ ഉണ്ടാകുന്നു, അതെങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇതൊക്കെയും വിശദീകരിച്ച സമയം അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ ഇത് ചിന്തിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കൂടി മനുഷ്യനുള്ള ഈ ആത്മാവ് നമ്മുടെ ശരീരം വേർപെട്ടാൽ എന്തായിത്തീരും എന്നുള്ളത് മാത്രമാണ് ഇവിടുന്ന് ചിന്തിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ പിന്നീടുള്ള നമുക്കുള്ള സന്ദർഭങ്ങളനുസരിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ വചനത്തെ ആധാരമാക്കിയിട്ടാണ് ചിന്തിക്കുന്നതുകൊണ്ട് സത്യവേദ പുസ്തകം, അതായത് വിശുദ്ധ ബൈബിൾ നമ്മൾ ഈ പറയുന്നതിന് ആധാരമായിരിക്കും. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും സംശയമോ അതിനകത്ത് എതിരോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സംശയം തീർത്തു പോകാനോ അല്ലെങ്കിൽ അതിനൊന്ന് നമുക്ക് പ്രത്യാശയെ സംബന്ധിച്ച് ഉറപ്പിക്കണമെന്നുള്ളവർക്ക് അത് സംശയം ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് നിങ്ങൾക്കത് പകർന്നു തരുന്നതിന് ഒരു വിരോധമില്ല. തർക്കത്തിനും വാദത്തിനും ഒരു പ്രശ്നങ്ങൾക്കും ഇല്ല. അത് ദൈവത്തിൻ്റെ വചനത്തെ ആധാരമാക്കിയിട്ട് എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാപിച്ചിരിക്കുന്ന കാഴ്ചപ്പാടിനൊത്തവണ്ണം മാത്രമാണ് ഇതിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഏവർക്കും ഇത് കേൾക്കുന്ന ഏവർക്കും ഇത് കാണുന്ന ഏവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ ഈ വചന ഭാഗം ഏത്? നമ്മുടെ ശരീരത്തിൽ 3 ഭാഗങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. മൃഗങ്ങൾക്ക് അത്രയില്ല. മൃഗങ്ങൾക്ക്
ശരീരവും ജീവനും മാത്രമേ ഉള്ളൂ. ഇനി ജീവിപ്പിക്കുന്ന ഒരു ആത്മാവും അതുണ്ട് എന്ന് ബാബർ സിംഗ് പറയുന്നു. ഇതങ്ങനെയല്ല. നമ്മുടെ ശരീരത്തെ ജീവിപ്പിക്കുന്ന, ശരീരത്തിന് ജീവൻ തരുന്ന ആത്മാവും, ഇത് രണ്ടും കൂടാതെ ദേഹി എന്ന് പറയുന്ന ഒരു ഭാഗവും കൂടി ഉണ്ട്. ആ ദേഹിക്കാണ് ഇവിടെ അത് നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതാ ലോകം മുഴുവനും നമ്മൾ നേടിയിട്ടും ഈ ഭാഗത്തെ ദേഹി എന്ന് പറയുന്ന ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് യാതൊരു പ്രയോജനവും ഇല്ലെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ചിന്താവിഷയം. അതിന് സത്യവചനം പറയുന്നത്, ഈ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് വേർപെട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് ഈ പുറമേയുള്ള മനുഷ്യൻ കാണുന്നു, കേൾക്കുന്നു, ഗ്രഹിക്കുന്നു, രുചിക്കുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും മുഖത്ത് പ്രകാശം വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനും ഉണ്ടാകും. ഏത്? ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആത്മാവ്. ഇത് കേൾക്കുമ്പോൾ പോഷത്തായിട്ട് തോന്നാം. അത് ചിന്തിക്കേണ്ട. ഇവിടെ വിശ്വാസികളുടെ വിശ്വാസം അടിസ്ഥാനപ്പെടുത്താനും അത് ഉറപ്പിക്കാനും ദൈവത്തിൻ്റെ വചനമായിട്ട് തട്ടിച്ച് നോക്കാൻ വേണ്ടി മാത്രമാണ് ഇത് നമ്മളോട് ചിന്തിക്കുന്നത്. ഇനി ഈ ഭാഗം ഇല്ലെന്ന് വിശ്വസിക്കുന്നവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞാലും അവർക്ക് വിശ്വസിക്കുക സാധ്യമല്ല. കാരണം യുക്തിക്ക് ആധാരമായിട്ടേ അവർ ചിന്തിക്കുകയുള്ളൂ. അത് നമുക്ക് സുവിശേഷം അറിയിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തൊന്നും സാധിക്കില്ല. ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത്, ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇവിടെ നിന്ന് നമ്മുടെ ശരീരം വിട്ടതിന് ശേഷം ഈ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങും മരണത്തിൽ. ഇങ്ങനെ മരണത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് രണ്ട് വിഭാഗമായിട്ട് തിരിയും. ഇന്ന് 1000 കോടി മനുഷ്യരുണ്ട്. ഈ 1000 കോടി മനുഷ്യരുടെ ആത്മാക്കളും മരണത്തിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 വിഭാഗമായിട്ട് തിരിയും. അതിലൊരു വിഭാഗത്തിൻ്റെ കാരണം ഇവർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ആത്മാവിന് സംസാരിക്കാനുള്ള കഴിവുണ്ട്. വേറൊരു കൂട്ടർ സംസാരിക്കാനുള്ള കഴിവില്ല. രണ്ടാമത്തത്, ഒരു കൂട്ടരുടെ മുഖത്ത് പ്രകാശമുണ്ട്, ഒരു കൂട്ടർക്ക് ലജ്ജ. മറ്റൊന്ന്, ഒരു കൂട്ടര് ഒരിക്കലും വെളിച്ചം കാണില്ല. വെളിച്ചം അവർക്ക് കാണാൻ പാടില്ല. അതുപോലെ ഇരുട്ടായിരിക്കും. അതായത് കണ്ണില്ലാന്നർത്ഥം. ഒരു കൂട്ടര് വെളിച്ചം കാണുന്നു. അതായത് വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു കൂട്ടവുമുണ്ട്, സ്വർഗവുമുണ്ട്. അത് കാണുന്ന കൂട്ടർ. ഒരു കൂട്ടര് സമാധാനത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടര് വേദനയിലേക്കും നിലവിളിയിലേക്കും പോകുന്ന ഒരു കൂട്ടർ. ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആത്മാക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞു വായിച്ചത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഓർത്തുകൊള്ളണം. അതായത് ഇവിടെ നിന്ന് മനുഷ്യൻ ജീവിതത്തിൽ ദുഷ്ടത പ്രവർത്തിച്ചാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ ആ ദുഷ്ടത പ്രവർത്തിച്ച് പോകുന്നവൻ ചെല്ലുന്ന എവിടെയാണെന്നറിയാമോ? ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. സംസാരശേഷി ഉണ്ടാവില്ല. ദുഷ്ടൻ്റെ ആത്മാവിന് സംസാരശേഷി ഉണ്ടാവില്ല. ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ മുഖത്ത് ലജ്ജയായിരിക്കും, സംസാരിപ്പാനുള്ള ശേഷി അവർക്കുണ്ടാവില്ല. പ്രധാന ശ്രോത്രം. എന്നാൽ നീതിമാനായ ഹാബേൽ, ആദാമിൻ്റെ മകനാണ് ഹാബേൽ. ആ ഹാബേൽ മുതലുള്ള വിശുദ്ധന്മാർ മുഴുവനും മരിച്ചതിന് ശേഷവും അവരുടെ ആത്മാക്കൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. രണ്ടായിട്ട് തിരിഞ്ഞത് ഓർത്തുകൊള്ളണം. ഒന്ന്, ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കും, മിണ്ടാൻ പറ്റില്ല, എന്നും ലജ്ജയായിരിക്കും. മറ്റൊരു കൂട്ടർ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും? ആരോട്? ഉടയവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവത്തോട് സംസാരിക്കാം. ആത്മീയ മണ്ഡലങ്ങളിൽ അവർക്ക് മുൻപേ പോയ ആത്മാക്കളോടും സംസാരിക്കാം. രണ്ടാമത്തെ കൂട്ടം 49-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ തലമുറയോട് ചേരും. അവർ ഒരു നാളും വെളിച്ചം കാണില്ല. അപ്പോൾ വെളിച്ചം കാണാത്ത ഒരു കൂട്ടം, വെളിച്ചം കാണാത്ത, ശരീരത്തിൽ നിന്ന് വിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വെളിച്ചം കാണാത്ത ഒരു കൂട്ടം ആത്മാക്കൾ, വെളിച്ചം കാണുന്ന ഒരു കൂട്ടം. അപ്പോൾ നമ്മൾ പറഞ്ഞു. മറ്റൊന്ന്, നമ്മൾ 57-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് നീതിമാൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കും.
നീതിമാൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ദുഷ്ടൻ പാതാളത്തിൽ വേദന അനുഭവിക്കേണ്ടതിന് പോലും പോകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കാണുകയാണ്. അപ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ഒരു മനുഷ്യൻ ഒരു നാളും വെളിച്ചം കാണാത്തൊരു സ്ഥലത്തേക്ക് ആത്മാവ് പോകുമെന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളൊരു 10 മിനിറ്റ് ശരിക്ക് കണ്ണ് ഇറുക്കി അടച്ചിരിക്കണം. ഇറുക്കി അടച്ചിരുന്നതിന് ശേഷം ഇതാണ് നമ്മുടെ ജീവിതം മുഴുവനെങ്കിൽ ഒരു അന്ധൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കണം. അങ്ങനെ ഒരവസ്ഥയിലേക്ക് പോകുന്നൊരനുഭവം നമ്മുടെ ആത്മാവിനുണ്ടാകുമെങ്കിൽ എന്തായിരിക്കുന്ന അവസ്ഥ? ഒരിക്കലും ശബ്ദിക്കാൻ പറ്റാത്ത നിലയിൽ മൗനമായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നത് സത്യമെങ്കിൽ എന്തായിരിക്കും അത് അവസ്ഥ? എപ്പോഴും ലജ്ജിച്ച് ഒരിക്കലും തല ഉയർത്താൻ പറ്റാത്ത നിലയിൽ ഇരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അതിനെന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ന് നമ്മൾ ഇവിടെ ഈ വീഡിയോ ഇവിടെ എടുത്തതിൻ്റെ കാരണം, ഇപ്രകാരം ദൈവത്തിൻ്റെ വചനപ്രകാരം മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ, തൻ്റെ ശരീരത്തെ വിട്ട് പ്രാണൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആത്മാവ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ കാണുന്നു. അതായത് ഒരു വശത്ത് ലജ്ജമുഖത്ത്, വെളിച്ചം കാണുന്നില്ല, സംസാരിപ്പാൻ കഴിയുന്നില്ല, സമാധാനമില്ല, വേദന മാത്രം. മറ്റൊരു ഭാഗത്ത് ദൈവത്തോട് സംസാരിക്കുന്നു, സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു, മുഖത്ത് പ്രകാശമുണ്ട്, വെളിച്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് മറ്റൊരു ഭാഗം. ഇങ്ങനെ 2 ഭാഗങ്ങൾ നമ്മൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടെന്ന് സത്യവേദ പുസ്തകം പറയുന്നു. ഇത് ശരിയാണ്. ഇത് വിശ്വസിക്കുന്നവരുടെ കാര്യമാണ്. ഇത് ശരിയെങ്കിൽ, ഈ കാര്യങ്ങൾ ഇത്രയും ശരിയെങ്കിൽ, നമ്മൾ ക്രിസ്തീയ വിശ്വാസികൾ ഇന്ന് ലോകത്തിൽ എത്രയോ കോടികളുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന നമുക്ക് വിശ്വാസത്തിന് ആധാരമായ ഈ വേദപുസ്തകം ശരിയാണെങ്കിൽ, അത് സത്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ കാര്യത്തിന് മാറ്റമില്ലല്ലോ. മാറ്റമില്ലെങ്കിൽ ഇന്ന് ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഞാൻ ശരീരത്തിൽ വിട്ട് പുറത്തിറങ്ങി എൻ്റെ ആത്മാവ് ഇരുട്ടിലായി പോകാതെ വെളിച്ചം കാണുന്നത്? എങ്ങനെയാണ് എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് പ്രാപിക്കണേ? എങ്ങനെയാണ് ഞാൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നത്? എങ്ങനെയാണ് എൻ്റെ മുഖം പ്രകാശിക്കുന്നത്? എങ്ങനെയാണ്? ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? ഈ കാര്യങ്ങൾ അറിയാം. കർത്താവിൻ്റെ വരവ് ദേ അടുത്ത് വന്നു കഴിഞ്ഞു. ഈ ഭൂമിയിൽ ഇപ്പോൾ കാണുന്ന അടയാളങ്ങളും ഇപ്പോൾ കാണുന്ന സകല അനുഭവങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും ഇത് സംഭവിക്കാം. അതായത് നമ്മൾ കർത്താവുമായി ചേർന്ന് ഇത്രയും കാര്യങ്ങൾ അനുഭവിക്കാൻ പോവുക. എന്തൊക്കെയാണ്? കർത്താവിനോട് നമ്മൾ നേരത്തെ സംസാരിക്കാൻ പോവുക, നമ്മുടെ മുഖം പ്രകാശിക്കാൻ പോവുക, നമ്മൾ വെളിച്ചത്തിൽ കർത്താവിനെ കാണാൻ പോവുക, പൂർണ്ണ സമാധാനത്തിൽ കർത്താവിനോട് ചേരാൻ പോവുക. ഇത്രയും അനുഭവം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കെ ഇതിനുള്ള യോഗ്യത അല്ലെങ്കിൽ ഇതിനുള്ള പ്രാഗൽഭ്യം ഇത് നമുക്ക് പ്രാപിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ പ്രാപിച്ച് ഇരിക്കണ്ടേ? ഇത് മാത്രമാണ് നമ്മൾ ഈ തുടർന്നുള്ള വീഡിയോയിൽ കൂടി ചിന്തിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ കൂടി നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഓർത്തുകൊള്ളണം. അടുത്ത വീഡിയോകൾ, ഈ വീഡിയോ ഇതൊന്നുകൊണ്ട് തീരുന്നില്ല. അത് ചില 3, 4, 5 വീഡിയോ ഉണ്ട്. അത് ഒന്നിച്ച് ഒരൊറ്റ വിഷയമാണ്. നമ്മളീ പറഞ്ഞത് തന്നെ കാര്യം എന്താണ്? ഒരുവൻ മുഴു ലോകവും നേടിയിട്ടും അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവനെന്ത് പ്രയോജനം? എങ്ങനെയാണ് ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നത്? എങ്ങനെയാണ് ആത്മാവിനെ നേടേണ്ടത്? ആത്മാവിനെ നേടാൻ ഞാൻ ഈ ലോകത്തിൽ വെച്ച് തന്നെ എങ്ങനെയാണ് എനിക്ക് സാധിക്കുന്നത്? നമ്മൾ ഉദാഹരണം പറഞ്ഞതുപോലെ ഹാബേൽ ആ സ്ഥാനം പ്രാപിച്ചു. ഏലിയാവ്, എലീശ, ഇങ്ങനെയുള്ള വിശുദ്ധന്മാർ ആ പദവി പ്രാപിച്ച് ഇവിടെ മുമ്പോട്ട് പോയി. ഇന്ന് അവർ പരസ്പരം കാണുന്നു, അവരുടെ മുഖം പ്രകാശിക്കുന്നു, അവർ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, അവരുടെ കണ്ണ് വെളിച്ചം കാണുന്നു. ഇത്രയും കഴിവ് അവർക്ക് കിട്ടിയത് എങ്ങനെയാണ്? അങ്ങനെ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളിത് വളരെ കാലങ്ങളായിട്ട് കാണുന്നതാണ്.
നമ്മൾ ഈ പള്ളിയിലേക്കുള്ള പോക്കും ആരാധനയ്ക്കുള്ള പോക്കും വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ടും പിടിക്കാതെയും നമുക്ക് പല കാര്യങ്ങളിൽ കൂടി നമ്മൾ കാണുന്ന, പക്ഷെ ഇതൊന്നും അല്ല കാര്യം. അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ കാര്യത്തിൽ നമ്മൾ ഉറപ്പ് പ്രാപിച്ച് വരാൻ പോകുന്ന ഈ ലോകത്തിൻ്റെ ന്യായവിധിയെ നേരിട്ട് നാമും കർത്താവുമായി ഒരുമിച്ച് ജീവിക്കേണ്ടുന്ന നാളിൽ അങ്ങനെ ജീവിക്കാൻ നമ്മൾ ജാതികളുടെ പറയും, ഏതോ പഴം പഴുത്ത സമയത്ത് കാക്കയ്ക്ക് വായ്പുണ്ണെന്ന് പറഞ്ഞതുപോലെ അന്ന് ആ സൗഭാഗ്യത്തിൻ്റെ ദിവസം എനിക്ക് കണ്ണറിയാൻ പാടില്ലെങ്കിൽ എന്ത് ചെയ്യും? അന്ന് ഞാൻ സംസാരിക്കാനുള്ള ശേഷി പ്രാപിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം ഉള്ള ആളാണ്, പക്ഷെ ഭാഷ അറിയാൻ പാടില്ല, എന്ത് ചെയ്യും? വലിയൊരു അപകടം കാത്തിരിക്കുന്നത് വിശ്വാസത്തിലായിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരെയാണ്. ആ വിശ്വാസം വചനവുമായി ചേർത്തുറപ്പിച്ച് ഇന്നേ തന്നെ നിശ്ചയം പ്രാപിപ്പാൻ നമ്മൾ ശരീരം വിട്ടാൽ നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആത്മാവ് അതിന് എന്ത് സംഭവിക്കും? അത് ശ്രേഷ്ഠമായത് സംഭവിക്കണമെങ്കിൽ ഇപ്പോഴേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം സത്യവചനപ്രകാരം, അതായത് വിശുദ്ധ ബൈബിൾ പ്രകാരം ഉറപ്പ് പ്രാപിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം, മറ്റൊരു കാര്യവുമല്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി തന്നെ ഇതും തുടർന്നുള്ള വീഡിയോകളും കേൾക്കണമേ. ഒരു കാര്യവും ഒരിക്കൽ കൂടി ഓർപ്പിക്കണം, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയിട്ടും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? എങ്ങനെ ആത്മാവിനെ നേടാൻ കഴിയും? എൻ്റെ ആത്മാവിന് കഴിയും. ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ എൻ്റെ ആത്മാവിന് സംസാരിക്കാൻ കഴിയും. എൻ്റെ ആത്മാവ് മുഖം പ്രകാശിക്കും. എൻ്റെ ആത്മാവ് വെളിച്ചത്തെ കാണും. എൻ്റെ ആത്മാവ് സമാധാനത്തിലേക്ക് പ്രവേശിക്കും. ഈ ഉറപ്പ് ആർക്കുണ്ട്? ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, എങ്ങനെ എവിടെ വെച്ച് കിട്ടിയത്? കിട്ടുന്നതിന് ഓരോ വചനഭാഗങ്ങളുണ്ട്. ആ ഭാഗപ്രകാരം ഇത് പ്രാപിച്ചെന്ന് ഉറപ്പുള്ളവൻ നാളെ കർത്താവിനോടുകൂടെ അതിശ്രേഷ്ഠ പദവിയിൽ വാഴും. അതിനുവേണ്ടി ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇതറിയില്ലാത്തവരും അത് ഗ്രഹിക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ സമർപ്പിക്കുന്നു. നമ്മേവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.